ഇവിടൊക്കെ തുപ്പി നാറ്റിക്കരുത്. ഇന്നിവിടെ മുറുക്കി തുപ്പരുത്. ഇല്ലടാ, ഞാൻ ഇനി പതുക്കെ തുപ്പിക്കോളാം. പതുക്കെ തുപ്പാന്നോ? മുറുക്ക തുപ്പുന്ന കാര്യമല്ല പറഞ്ഞത്. മുറുക്കാൻ ചവച്ചിട്ട് ഇവിടെ ഇന്ന് തുപ്പരുത്. ഇന്നൊരു വിശേഷപ്പെട്ട കാര്യം നടക്കാൻ പോവാണ്. അതെന്നതാടാ ഞാൻ അറിയാതൊരു വിശേഷം? ഇന്നിവിടെ പെണ്ണ് കാണാൻ ഒരാൾ വരുന്നു. അത് ഞാൻ മരിച്ചതിന് ശേഷം ഇതുവരെ ഞാനൊരു കല്യാണത്തെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഇല്ല. നിങ്ങൾക്ക് ഞാൻ അത്രയ്ക്ക് വലിയൊരു ഭാരമായെങ്കിൽ പറഞ്ഞാ മതി. ആരുടെ മുന്നിലും തലകുനിച്ചു കൊടുക്കാം ഞാൻ തയ്യാറാ. എങ്ങനെ? ആരുടെ മുന്നിലും തലകുനിച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറാണെന്ന്. തല കുനിച്ചു കൊടുക്കണ്ട, നടുവൊന്ന് വൃത്തിയൊന്ന് നിന്നാ മതി. 10 തലമുറയുടെ പുക കണ്ട് ഇപ്പോഴും കല്യാണത്തെ കുറിച്ച് ചിന്ത. പിന്നെ നീ ആരുടെ കാര്യമാടാ പറഞ്ഞത്? എന്റെ കൊച്ചിനെ പെണ്ണ് കാണാൻ ഒരാൾ വരുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഓ, ഇതിപ്പോ വിളിച്ചെഴുന്നേപ്പിച്ചിട്ട് ആ താഴവില്ലെന്ന് പറഞ്ഞതുപോലായല്ലോ. ഞാൻ പറയുന്ന കാര്യം ഒന്ന് കേക്ക്. എന്നതാ? അതായത് നിസാരപ്പെട്ട ആളൊന്നും അല്ല പെണ്ണ് കാണാൻ വരുന്നത്. പിന്നെ ടിവിയിലൊക്കെ പരിപാടി ചെയ്യുന്ന ആളാണ്. എന്റെ ദൈവമേ, TV ഒക്കെ ഉള്ള ആളിനെയാണോ നമ്മുടെ കൊച്ചിന് കെട്ടിച്ചു കൊടുക്കാൻ പോകുന്നത്? ടിവിയുടെ കാര്യമല്ല പറഞ്ഞത്. പിന്നെ ഈ ടിവിയിലൊക്കെ പ്രോഗ്രാം ചെയ്യുന്ന ആളാണ്. അപ്പൊ കേമനായിരിക്കുമല്ലേ? പിന്നെ മിടുക്കനാണ്. അവളെന്തേ? എടി മോളെ, എടി കൊച്ച ഇങ്ങോട്ട് ഇറങ്ങി വന്നേടി. എന്താടി നിന്റെ മകൻ കടന്തൽ കുത്തിയ പോലെ ഇരിക്കുന്നത്? അച്ഛനോട് ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്താന്ന്? എനിക്കിപ്പോ കല്യാണം വേണ്ട അച്ഛാ. എനിക്കിപ്പോ കല്യാണം വേണ്ട. അതിനിപ്പോ ആര് കല്യാണം നടത്തുന്നു? ഇന്ന് പെണ്ണ് കാണാൻ വരുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് നിശ്ചയം. ആ നിശ്ചയത്തിന്റെ അന്നാണ് നമ്മൾ കല്യാണത്തിന്റെ ഡേറ്റ് എടുക്കുന്നത്. ആ സമയത്ത് സ്വർണത്തിന് വിലക്കുറവാണെങ്കിൽ നമ്മൾ കല്യാണം നടത്തും, അല്ലെങ്കിൽ അത് ആലോചിച്ചിട്ടേ ചെയ്യത്തുള്ളൂ. കല്യാണം നടക്കുന്ന കാര്യമല്ല പറഞ്ഞത്. എടി കൊച്ചേ, ഈ കല്യാണം നടന്നു കിട്ടിയാ നിന്റെ ഭാഗ്യമാണെന്ന്. നിന്റെ ഭാഗ്യമാണ് മോളെ, നിന്റെ ഭാഗ്യമാണ്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. കൃത്യ സമയത്ത് തന്നെ വരും, അതാണ് എന്റെ ഒരു പങ്ക്ച്വാലിറ്റി. ചെറുക്കൻ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഇങ്ങനെ പെട്ടെന്ന് കയറി വരാൻ പറ്റത്തില്ല. അവനൊരു സെലിബ്രിറ്റി അല്ലേ. അവൻ അകത്തേക്ക് കയറി വരുമ്പോ ദൈവത്തെ ഓർത്ത് ആള് കൂടി നിങ്ങൾ ഇങ്ങനെ പിച്ചുവോ മാന്തോ അങ്ങനെ ഒന്നും ചെയ്യരുത്. ആരാധന മൂത്തില്ല, അങ്ങനെ ഒന്നും ചെയ്യല്ല. അങ്ങനെ നിങ്ങൾ ഒരു വാക്ക് തരുവാണെങ്കിൽ ചെറുക്കനെ ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വിളിക്കാം. അതെ, കാണുന്നില്ലേ? അപ്പൊ അവര് ഈ പുള്ളിയെ എല്ലാരും വിളിച്ച് കൂട്ടുവാ മാന്തും ഒന്നും ചെയ്യരുത് കേട്ടോ. അതെ, ഇവിടെ കാണാൻ വരുന്ന ഒരു സെലിബ്രിറ്റിയാണ്. അതുകൊണ്ട് നിങ്ങൾ ശല്യപ്പെടുത്തരുത്. വളരെയധികം ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഒന്ന് മാറി ഒരാൾ വരാനുണ്ട്. കേട്ടല്ലോ, പറഞ്ഞ പോലെ ശല്യപ്പെടുത്തരുത് കേട്ടോ. എന്താ ഒന്ന് മാറി നിൽക്കൂ, ഒരാൾ ഇങ്ങോട്ട് വരാനുണ്ട്. പ്ലീസ് ഒന്ന് മാറി നിൽക്കൂ. അവിടെ നിൽക്കൂ. ആരാന്ന് മനസ്സിലായില്ലേ? അതാ ഞാൻ പറഞ്ഞു, ഒന്ന് മാറി നിൽക്കേ, ഒരാൾ വരാനുണ്ട്. ചേട്ടാ, ഇത് ആരാന്ന് മനസ്സിലായില്ലേ? ഇല്ല. ഇതാണ് നമ്മുടെ ചെറുക്കൻ. ഇതോ? പുള്ളി നമുക്ക് അറിയില്ല. പൊറോട്ടെ. അതായത് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോളാം. നമ്മൾ ഉത്സവ പറമ്പിൽ പരിപാടി കാണാൻ പോയിരിക്കുകയാണ്. ഇങ്ങനെ ഇരിക്കുന്നു. പരിപാടി തുടങ്ങാറായി, നിശബ്ദമായി. അല്ല, നിങ്ങളല്ലേ പറഞ്ഞത് വളരെ പ്രശസ്തനാണ്. ശ്രദ്ധിച്ച് കേട്ടോ പറയാം. നമ്മൾ ഉത്സവ പറമ്പിൽ പരിപാടി കാണാൻ ഇങ്ങനെ ഇരിക്കുന്നു. എല്ലാം നിശബ്ദമായി. പരിപാടി അങ്ങോട്ട് തുടങ്ങാൻ പോവുകയാണ്. ആ തുടങ്ങാൻ പോകുന്ന സമയത്ത് വരുന്ന ആളാണ്. ഇഞ്ചി മുട്ടായി വിൽക്കാൻ വരുന്ന ആളാണ്. ഒന്നുകൂടെ ഞാൻ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് പറയാം. ഏകദേശം ഒരു 10 മണിയാകുമ്പോൾ നിങ്ങളുടെ വീടിന്റെ സ്വീകരണ മുറി ശ്രദ്ധിച്ചു കേട്ടോണം. ആ സമയത്ത് ക്ഷണിക്കപ്പെടാതെ വരുന്ന ഒരാള് പന്നിയലി. അയ്യോ, സ്വീകരണ മുറി മാത്രമല്ല, അടുക്കളയിൽ മുടിഞ്ഞ ശല്യം വന്നത്. എന്തുവാടോ? അല്ല, പന്നിയില് ഇയാളുമായിട്ട് എന്താണ് ബന്ധം? ഇതാണ് നമ്മുടെ ചെറുക്കൻ. കലാഭവൻ ഡിറ്റോ. കലാഭവൻ ഡിറ്റോ? അങ്ങനൊരു പേര് ഞങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ല. കലാഭവൻ ഡിറ്റോ. അല്ല, ഇനി ഞാനിപ്പോ TV കാണാത്ത കൊണ്ടായിരിക്കാം. ചിലപ്പോ മോക്കറിയാവടി? എനിക്കറിയത്തില്ല. അയ്യോ, മുത്തശ്ശിക്ക് അറിയാൻ പറ്റിയിരിക്കും. പിന്നെ കണ്ണു പോലും കാണാതിരിക്കുന്ന എന്നെ പോലും തിരിച്ചറിയുന്നില്ല പല സമയത്തും. മുഖത്തിട്ട് തൂപ്പുന്നവനെയാണോടാ പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കാൻ പോകുന്നത്? മാറി നിൽക്കടാ ചെറുക്ക. കലാഭവനിലാണ് ഞാൻ. കലാഭവൻ ഡിറ്റോ. കലാഭവനിലുള്ള ഒരുപാട് പേരെ ഞങ്ങൾക്കറിയാം. ഇവിടെ ഒരാൾപ്പുണ്ട്, നോക്കിയേ. അദ്ദേഹത്തിന് അറിയോ? അദ്ദേഹം കലാഭവനിലുള്ള കലാഭവൻ നവാസ്. നവാസ്, ഇദ്ദേഹത്തിനെ അറിയാമോ? ഇയാളുടെ കറക്റ്റ് മനസ്സിലായില്ല. കലാഭവനിലെ ഏത് വർഷമായിരുന്നു? ഞാൻ എല്ലാ വർഷവും കലാഭവനിലുണ്ടായിരുന്നു. നിങ്ങൾ ഏത് വർഷം എടുത്തു? ഞാൻ ഇതിനേക്കാൾ മുമ്പുണ്ടായിരുന്നു.
അല്ല കലാഭവൻ ചേട്ടാ ഞാനൊരു കാര്യം പറയട്ടെ, ആ. കലാഭവന്റെ ഫ്രണ്ടിൽ തട്ടുകട നടത്തുന്നത്, മുറുക്കാൻ കട നടത്തുന്നത് ഒരു കലാഭവൻ തങ്കച്ചൻ, കലാഭവൻ ദുൽഖർ എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. ആ കൂട്ടത്തിലുള്ള ആളാണെങ്കിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കരുതട്ടാ, നമ്മള് കലാഭവനാണ്. ഈ കലാഭവൻ ഡിറ്റോ എന്ന് പറഞ്ഞ ഒരു പേര് കേട്ടിട്ട് എനിക്ക് ഓർക്കുന്നില്ല. അച്ഛനറിയോ? അത് ശരി, എനിക്കെന്ത് അച്ഛൻ അറിഞ്ഞൂടെ? അത് എന്ത് വർത്താനോടി പറയണത്? അല്ല കലാഭവന്റെ സ്ഥാപകനായിരുന്ന ആബേലച്ചൻ. ആബേലച്ചൻ അറിയോ? ആബേലച്ചായൻ? അബേലച്ചാനല്ല, അബേൽ അച്ഛനെ അറിയുമെന്നാ ചോദിച്ചു. നിങ്ങൾ ഏത് കലാഭവനാണ്? അല്ലല്ല, നിങ്ങൾ ഏത് കലാഭവനാ പറയണേ? എവിടെ കലാഭവൻ? ഞാൻ വരാപ്പുഴ കലാഭവൻ. എന്താ വരാപ്പുഴ കലാഭവൻ? വരാപ്പുഴ കലാഭവൻ? ആ അതേത്? ഞാൻ കൊച്ചിൻ കലാഭവനാണ് ഈ പറയണത്. ആ വരാപ്പുഴ കൊച്ചി. എനിക്ക് തോന്നണ വരാപ്പുഴ കലാഭവന്റെ ഫ്രാൻസൈസ് ആയിരിക്കുള്ളൂ നിങ്ങള്. ഫ്രാൻസിസാ? ഫ്രാഞ്ചൈസ് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടല്ലോ. ഓ മനസ്സിലായി. നടക്കട്ടെ, ചടങ്ങ് നടക്കട്ടെ. 5 മിനിറ്റ് കൊണ്ട് 5001 ഫിഗർ ചെയ്യും. 5001 ഫിഗറോ? ആ ആകെ 100-500 നടന്മാര് നമ്മുടെ ഇതിലുള്ളല്ലോ. നിങ്ങൾ മലയാളത്തിൽ മാത്രം പിടിച്ചിട്ടാണ്, ഞാൻ അങ്ങോട്ട് ഹോളിവുഡിൽ നിന്ന് തുടങ്ങി ഇങ്ങോട്ട് പിടിക്കും. അപ്പൊ 5001 പിന്നെ എന്റെ ഇംഗ്ലീഷ് സിനിമയിലെ ജോക്കറിന്റെ ഇത് ഫിഗർ വെച്ചാണ് ഞാൻ തുടങ്ങണത് തന്നെ. ജോക്കറിന്റെ അവനെ ഫിഗർ കിട്ടുന്ന കാര്യമില്ലല്ലോ. നമ്മളങ്ങനെ 5001 എന്റെ പെട്ടി നിറച്ച് ഫിഗറാണ്. അച്ഛാ കലാഭവന്റെ പേരും പറഞ്ഞ് നമ്മളെ പറ്റിക്കാൻ നിൽക്കല്ലേ. കലാഭവനാണ്. അതൊന്നും നടക്കത്തില്ലെന്ന് നമ്മൾ പറഞ്ഞ അതൊന്നും നമ്മൾ കേട്ടിട്ടുണ്ട് ബന്ധില്ല. എന്താ ചേട്ടാ എന്നെ മോളെന്നെ ഒന്നുമില്ലെന്നേ, നിങ്ങൾ വിട്ടൊക്കെ പറയുന്നു. നമുക്ക് എന്നാന്ന് വെച്ചാൽ സാധിക്കാം. അതെ, അവള് ചുമ്മാ ഒരു ആഗ്രഹം പറഞ്ഞതാണ്. എന്താഗ്രഹമാണ്? ഈ കലാഭവൻ ഡിറ്റോയുടെ ഐറ്റംസ് ഒന്നും നമുക്ക് കാണാൻ പറ്റുമോ എന്ന്. മിമിക്രി ഐറ്റംസേ. മിമിക്രി? അതെ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്ത്? അതായത് മിനിറ്റിന് 10,000 കണക്കിന് രൂപ മേടിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ആണ് അവൻ. അങ്ങനെ പെട്ടെന്നൊന്നും കാണിക്കാൻ പറഞ്ഞ അവൻ കാണിക്കുമല്ല. അത് വലിയ ബുദ്ധിമുട്ടാ. അയ്യോ, അത് നിങ്ങൾ വിഷയമാക്കണ്ട. 10,000 എന്നുള്ളത് നമ്മളത് സ്ത്രീധനത്തിൽ അത് നമ്മൾ കയറ്റി വെച്ചോളാം. കയറ്റി വെക്കുമോ? ഞാനത് ചോദിക്കട്ടെ, ശ്രമിച്ചു നോക്കാം. എടാ, അതായത് പെണ്ണിന് നിന്റെ ഐറ്റംസ് ഒക്കെ ഒന്ന് കാണണമെന്നൊരു ആഗ്രഹമുണ്ട്. നടക്കും? മിമിക്രി ഫിഗർ ഒന്നും കാണിക്കൂല, അതെന്റെ ഹൈലൈറ്റ് ആണ്. അതൊന്നും ഞാൻ കാണിക്കൂല. വേണമെങ്കിൽ ഞാൻ സ്റ്റാറിനെ ഇമിറ്റേറ്റ് ചെയ്യാം. അത് മതി. അന്ന് ഞാൻ DS-നെ കാണിക്കാം. DS-ഓ? ആ, ഡിജിറ്റൽ സൗണ്ട് ആണോ ഉദ്ദേശിച്ചത്? അല്ല, ദുൽഖർ സൽമാൻ. അത് DQ അല്ലേ? DQ എന്ന് പറയുമ്പോ ദുൽഖർ കുൽമാൻ എന്നല്ലേ വരുള്ളൂ. DS ആണ് ദുൽഖർ സൽമാൻ. അത് മതി. ദുൽഖറിന്റെ കേട്ടെ. ആദ്യമായി വേദിയിലേക്ക് വരുന്നു ദുൽഖർ സൽമാൻ. അതിനാ നിന്ന് കിതക്കുന്ന ആസ്മയുടെ പ്രശ്നം. കിടക്കണതല്ല, കമ്മട്ടിപ്പാടത്തിലെ ദുൽഖറാണ്. ലാസ്റ്റ് ഡയലോഗാണിത്. പുള്ളി കഥച്ചാ പറഞ്ഞത്. ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യലേട്ടാ. ഇല്ല, ആദ്യമായി വരുന്നു ദുൽഖർ സൽമാൻ. അതേടാ, ഞങ്ങള് തെരുവോട്ടികളാ. തെരുവോട്ടികൾക്ക് കൊടവയറില്ല, ഒടവകളില്ല. നീയൊക്കെ കെട്ടിപ്പൊക്കിയിരിക്കുന്ന എറണാകുളം സിറ്റി നോർത്ത് ഇന്ത്യയും സൗത്ത് ഇന്ത്യയും നടുക്കാടാ. സൂപ്പർ. താങ്ക് യു. ആദ്യം പറഞ്ഞ കറക്റ്റാ. എന്താണ്? തെരുവ് പട്ടികൾ കുടമകളില്ല. അതാണ് ഞാൻ പറയേണ്ടത്. വന്നതുകൊണ്ട് ഞാനൊന്നും മിണ്ടുന്നില്ല. അല്ല, എന്നെ അങ്ങനെ ഇൻസൾട്ട് ചെയ്യണേ ഞാൻ ഫിഗർ ചെയ്തിട്ട് ഇവിടുന്ന് പോവുള്ളൂ. ചെയ്യട്ടെ. നടക്കട്ടെ. തുടങ്ങി. അടിപൊളി കേട്ടോ ഫിഗർ. എനിക്ക് ഓഡിയൻസ് ആയിട്ട് നിൽക്കണം. അല്ല, എന്താ ടൂൾസും ഉണ്ടാവല്ലേ? ഇല്ല, ഒന്നുമില്ല. അങ്ങോട്ടുണ്ട്. ഓക്കെ, റെഡി അല്ലേ? ഞാൻ ചോദിക്കുന്നു ഇത് തന്നെ എനിക്ക്. ശരി. ഇത് ഇപ്പൊ തന്നെ. ഓക്കെ. അപ്പൊ മലയാള സിനിമയുടെ 2 ധ്രുവങ്ങളാണല്ലോ, മമ്മൂട്ടി മോഹൻലാലും. അയ്യോ, ധ്രുവത്തിൽ ജയറാമും മമ്മൂട്ടിയാണ്. അതല്ലേട്ടാ, മലയാള സിനിമയിൽ 2 സൂപ്പർ സ്റ്റാറുകളാണല്ലോ, മമ്മൂട്ടി മോഹൻലാലും. അതങ്ങ് നേരത്തെ പറഞ്ഞാ പോരെ? അല്ല, പ്രശ്നം തീർന്നല്ലോ. നമ്മള് നമ്മുടെ ശൈലിക്ക് പറയണ്ട കേട്ടാ. ചേട്ടൻ ഇത് ഇങ്ങനെ ചൂടായി കഴിഞ്ഞാൽ 2.5 മണിക്കൂർക്ക് പരിപാടിക്കകത്ത് 1.5 മണിക്കൂർ അനൗൺസ്മെന്റ് ആണ്. അതാണ് നിങ്ങളെ കുഴപ്പം. ചെയ്യട്ടെ ഞാനിത്. ചെയ്താട്ടെ. മമ്മൂട്ടിയെയും മോഹൻലാലിനെയും ഒറ്റ സെക്കൻഡില് മമ്മൂട്ടിയാവും മോഹൻലാലാവും. അതാണ് എന്റെ മാജിക്. ഒറ്റയടിക്ക് മമ്മൂട്ടിയാവും മോഹൻലാലാവും. തിരിച്ചടിക്കും മറിച്ചടി. തിരിച്ചടിക്കൊരു മറിച്ചടി. ടു ഫേസ്.
എവിടെ എങ്ങനെയുണ്ടായിരുന്നു? കറക്റ്റ് ഡിറ്റോ. താങ്ക് യു സാർ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, കറക്റ്റ് ഡിറ്റോ. താങ്ക് യു. മനസ്സിലായില്ലോ? കറക്റ്റ് നീ തന്നെ. ഇതിൽ എവിടെയാണ് മോഹൻലാലും മമ്മൂട്ടിയും? അല്ല ആ ചേഞ്ച് മനസ്സിലായി. എവിടെ ചേഞ്ച്? അല്ല മമ്മൂട്ടിക്കാണ് ഈ ഗ്ലാസ് വെച്ച് മോഹൻലാലിന് ആ ഗ്ലാസ് വെച്ച്, അതാണ് ചേഞ്ച്. ആ ചേഞ്ച് കണ്ടു. പക്ഷെ മോഹൻലാലിന്റെ മുഞ്ഞയും മമ്മൂട്ടിയുടെ മുഞ്ഞയും ചേഞ്ച് ആകുന്നില്ല. എന്റെ മുഞ്ഞ് തന്നെ ഇരുന്ന നിന്റെ മുഞ്ഞു തന്നെ. ചേട്ടൻ മാത്രം ലോകത്ത് ആദ്യമായിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി എല്ലാവരും പറഞ്ഞ അവരോട് ചോദിച്ചോക്ക്. ഞങ്ങൾക്കും അങ്ങനെ തന്നെയാ തോന്നിയത്, ചേട്ടനെ പോലെ എനിക്ക് മാത്രം തോന്നിയില്ല. നീ അവന്റെ കാശ് മേടിക്കുന്നുണ്ടോ? അതുകൊണ്ടായിരിക്കും. വേറെ വല്ലതും ഉണ്ടോ? ബിഗ് ഒക്കെ കണ്ടായിരിക്കുള്ളൂ. അതുകൊണ്ടാ ഞാൻ എന്റെ പെട്ടി തുറന്നാൽ എന്റെ ഫിഗറൊക്കെ ഇങ്ങോട്ട് വരും. എന്നാ വെട്ടി തുറക്ക. ആ ഇതൊക്കെ ഇങ്ങോട്ട് വന്നു. എന്റെ ലിസ്റ്റ് പ്രകാരം ഒന്ന് അനൗൺസ് ചെയ്തോളണം. ഞാൻ ഇപ്പോ വരാം. ഓ ശരി ശരി ശരി. ഓക്കെ. ഒരു കാര്യം, ദൈവത്തെ ഓർത്ത് പ്രോത്സാഹിപ്പിക്കുക. അവനിവിടെ പെണ്ണ് കാണാൻ വന്നതല്ലേ, നിങ്ങൾ ഇങ്ങനെ നിരുത്സാഹപ്പെടുത്തരുത്. സ്റ്റേജിൽ ആരാധകരുടെ, ലക്ഷങ്ങളായ ആരാധകരുടെ കയ്യടി ഏറ്റു വാങ്ങുന്ന ഒരു കലാകാരനാണ് നിങ്ങളുടെ വീട്ടിൽ വന്ന് നിസ്സാരമായിട്ട് ഇവിടെ നിന്നൊക്കെ ചെയ്തോണ്ടിരിക്കുന്നത്, അറിയോ? അപ്പൊ ആദ്യമായിട്ട് വരാൻ പോകുന്നത് മഞ്ഞൾ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയിലൂടെ മലയാള സിനിമയിലെത്തി മലയാളികളുടെ അഭിമാനമായി മാറിയ മോഹൻലാൽ ബോയിങ് ബോയിങ് എന്ന സിനിമയിലൂടെ ഫിഗറിലൂടെ നമ്മളുടെ മുന്നിലേക്ക് എത്തുന്നു. തൊഴുകൈ കൂപ്പിയുണരും തൊഴുകൈ കൂപ്പി. എങ്ങനെയുണ്ടായി? എങ്ങനെയുണ്ട്? തൊഴുകൈ, താങ്ക് യു, കൂപ്പുകൈ, താങ്ക് യു. ഇതിനി എങ്ങും പോയി ചെയ്യരുത്, ദയവ് ചെയ്ത്. എന്താണ് കേട്ടത്? ഇവിടെ തന്നെ മുഖം ഞങ്ങൾ കണ്ടില്ലല്ലോടു. എന്താണത്? താൻ ഇങ്ങനൊക്കെ വെച്ച് ചെയ്താൽ പിന്നെ എങ്ങനെ കാണുന്നു? ഇത് എങ്ങനെ കാണുന്നു? നാട്ടുകാരെ കാണിക്കാനല്ലേ? മോഹൻലാൽ ഇങ്ങനെയാണ് കാണിക്കണത്, അത് അതുകൊണ്ടാണ്. മുഖം മറിച്ച് വെച്ചാണോ കാണിക്കുന്നത്? ഇത് കണ്ടില്ലേ? ഇത് എന്ത് ഇത് അടുത്തത് വേറെ വല്ലതും ഉണ്ടോ? ഇത് എന്ത് ഡാൻസ് ആയിരുന്നു? ആ സ്റ്റെപ്പ് കണ്ടിട്ടാണോ ഈ പറയുന്നത്? മറ്റേ സാധനത്തിൽ പിടിക്കാം. അടുത്ത പിടിക്കാം, അടുത്ത അടുത്ത പിടിക്കാം. ഓക്കെ അല്ലേ? റെഡി? ഇതിനൊരു അന്തവും കുന്തമൊന്നും ഇല്ലയോടോ? ഇതൊക്കെ കാണണ്ടേ? വെറുതെ ഇവിടെ വന്ന് ചെയ്തു തരുമല്ലേ അവൻ. അപ്പൊ അടുത്തത് വരാൻ പോകുന്നത് മലയാള സിനിമയുടെ നിത്യവസന്തം ശ്രീ പ്രേം നസീർ. ആ, അത് കളിപ്പായിരിക്കും. പൊളിക്കൂ. അയ്യോ അമ്മച്ചി, എന്താ പറ്റിയ? നസീർ നടക്കണോ? നസീർ ഇവിടെ നടപ്പുണ്ട്. ശ്രദ്ധിക്കണേ. സിറ്റി ഹോസ്പിറ്റലേ? നസീർ, നസീർ, ആംബുലൻസ്, ഒരു നസീർ. തോമസിന്റെ വീട്ടിലോട്ട് വന്നാൽ മതി. ചേട്ടാ തിരുമ്മിക്കൊടു. ഒരു ആംബുലൻസ് വേണം. ചേട്ടാ, പ്രേം നസീർ വന്നിരിക്കുന്നു. പ്രേം നസീറിന് സുഖമില്ല. പ്രേം നസീറല്ല, നമ്മുടെ അമ്മച്ചിക്ക് സുഖമില്ലാതെ കിടക്കുന്നു. പെട്ടെന്ന് ആംബുലൻസ്. ഓക്കെ. അവിടെ എവിടെയെങ്കിലും കൂട്ടക്കടത്തുന്ന പ്രേം നസീറിനെ കാണുന്നത് നിങ്ങൾ? ഇപ്പൊ പറയാം. ഒന്നുമില്ല. ഇതൊന്ന് മാറിയുന്നേ. ശരി, കാറ്റ് കൊള്ളുമ്പോ ശരിയായിക്കോളും. ഓക്കെ അല്ലേ? ഓക്കെ. ഓക്കെ അല്ലേ? ഞാൻ ആ പാട്ടൊന്നും കൂടി ഇട്ടേ. ഏത് പാട്ട്? ഞാൻ ആ പാട്ടൊന്നും നീ പോയില്ലേ ഇതുവരെ? അങ്ങോട്ട് ചുമ്മാ തള്ളക്ക് അസുഖം ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ പ്രേം നസീർ പ്രേം നസീർ എന്തായാലും പൊളിച്ചു. വേറെ മറ്റേ സാധനം ഏത് സാധനം? ഞാൻ എഴുതി വെച്ചോളൂ. അതെ, മൂന്നാനെ ഒരു ഇതൊക്കെ ആയിട്ട് ആ മുമ്പിനെ എവിടെയെങ്കിലും കൂട്ടക്കളാം. ഇത് കണ്ടിട്ട് എന്നാലും സാധനം ശരിയാവും. ഞാൻ പറഞ്ഞു റെഡിയാക്കാം. ഈ ഫിഗറൊക്കെ കണ്ടിട്ടായിരിക്കുമോ? അതെ. അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ അടുത്തത് കാണിക്കട്ടെ. ഇനിയുണ്ടോ? പിന്നെ ഇനിയുണ്ട്. ഇതുവരെ കാണിച്ചത് കൊണ്ട് കണ്ടേ ശ്വാസം മുട്ടൽ വരെ ഉണ്ടായുള്ളൂ. ഇനി ശ്വാസം കൊണ്ട് എടുത്തോണ്ട് നീയൊക്കെ പോകത്തുള്ളൂ ഇവിടുന്ന്. ഇത് അങ്ങനല്ല, ഇത് സൂപ്പറാണ്. വേണ്ടച്ചാ, അടിപൊളിയാണ്. മോളെ ഇഷ്ടപ്പെടും. ഒരു അവസരം കൊടുക്കും. കാര്യം ചെയ്യ്. ആംബുലൻസ് വരാനുള്ള സമയമുണ്ട്. അതിനുള്ളിൽ എന്തായാലും കാണിച്ചു കൂട്ടിട്ട് പോയി. മതി, ഞങ്ങൾക്ക് അത് മതി. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ പാട്ടിനകത്ത് മോള് കൂടെ ഒന്ന് സഹകരിക്കണം. മോളൊന്നും വേണ്ട, ഒരു പാട്ടിന്റെ ലിപ്പൊന്ന് കാണിച്ചാൽ മതി. അതായത് വരാൻ പോകുന്നത് നമ്മുടെ ലാലേട്ടന്റെ എന്നിഷ്ടം നിന്നിഷ്ടം എന്ന് പറയുന്ന ആ സിനിമയിലെ വേഷമാണ്, ഫിഗർ. അപ്പൊ ആ ഫിഗറിന് മോള് മുമ്പിൽ നിന്ന് ആ 2 ലൈൻ ഒന്ന് ചെറിയ ലിപ്പ് ഒന്ന് പാട്ട് പറ്റുമോ?
ഒന്ന് നമ്മളെ ഇത് നടക്കാൻ വേണ്ടിയല്ലേ, സകല സമയം ഉണ്ടല്ലോ, ആംബുലൻസ് വരുന്ന സമയം കൊണ്ട് പെട്ടെന്ന് റെഡിയാണോ? ഓക്കെ, ഞാൻ പറഞ്ഞോട്ടെ. എത്താൻ പോവുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട താരം ലാലേട്ടൻ എന്നിഷ്ടം നിന്നിഷ്ടം എന്ന സിനിമയിലൂടെ. ഇവന് പ്രാന്ത്, ഇവന്റെ തന്നിഷ്ടമാണ് ഇവിടെ നടക്കുന്നത്. തന്നിഷ്ടം. ഇവിടെ ആരെങ്കിലും പറഞ്ഞു ഈ മാതിരി കോപ്രായം കാണിക്കാൻ? എഴുന്നേറ്റ് പോകാൻ പറ്റൂലേട്ടാ, ഒറിജിനലായിട്ട് കുത്തുകൊണ്ടേക്കാണ്. അപ്പുറത്തെ വീട്ടില് മോഹൻലാലിന്റെ ഫാൻസിന്റെ ഒരുത്തരം ഉണ്ടായിരുന്നല്ലേ, അവനെന്റെ ഫിഗറൊക്കെ കണ്ട് അവന് സഹിക്കാൻ പറ്റാണ്ട് എന്നെ കുത്തിയേട്ടാ. ആംബുലൻസ് പറയണ എന്നെ എടുത്തോണ്ട് പോണം ചേട്ടാ. അയ്യോ